വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചിട്ട് റൂമിൽ വന്നായിരുന്നേ. ഒരു ടു ഡു ലിസ്റ്റും പിന്നെ ഒരു ജേർണലിംഗ് ഒക്കെ ആവാം എന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ പോയപ്പോൾ താത്ത അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന തിരക്കില്ല. അപ്പോൾ താത്ത എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും പിന്നെ ഗ്രീൻ പീസ് കറിയും ചിക്കൻ ബട്ടർ മസാലയായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കഴിച്ചു. ചിക്കൻ ബട്ടർ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീടിൻ്റെ പുറത്ത് വന്നപ്പോൾ ചെടിയിലൊക്കെ മയങ്ങി നിൽക്കുകയാണേ. അപ്പോൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പൈപ്പൊക്കെ എടുത്ത് വന്നിട്ട് ചെടികളൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ വീടൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. തുടക്കൽ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, നമുക്കിന്ന് വൈകുന്നേരം പായസം ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ പായസത്തേക്കുള്ള തേങ്ങയൊക്കെ ചിലവി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നപ്പോൾ ഇതാ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ലഞ്ചിന് ചോറും എന്തോ ഒരു കറിയും ഉള്ളിക്കൂട്ടാനും മത്തി പൊരിച്ചതും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഉപ്പ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോൾ ഇതാ നല്ല സ്ട്രോബെറിയുടെ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉമ്മയുടെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ടൊരു കപ്പൊക്കെ എടുത്ത് വന്നിട്ട് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വല്ലാണ്ട് ഹെവി ആയിട്ടുള്ള ഡിന്നറൊന്നും കഴിക്കേണ്ട, പായസമൊക്കെ കുടിച്ചതല്ലേന്ന്. അതുകൊണ്ടൊരു ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ആദ്യം എഗ്ഗ് പൊരിച്ചെടുക്കണം. പിന്നെ ബട്ടർ തേച്ചിട്ടുള്ള ചട്ടിയിൽ 2 ബ്രെഡ് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലും ബട്ടർ വയ്ക്കുക. പിന്നെ ടൊമാറ്റോ സോസ് ഒന്ന് ജസ്റ്റ് ഇതാക്കി കൊടുക്കുക. ശേഷം അതിൽ നമ്മൾ പൊരിച്ച എഗ്ഗ് വയ്ക്കുക. പിന്നെയും ടൊമാറ്റോ സോസ് വെച്ചിട്ട് മറ്റേ ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളേ. പിന്നെ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമായിരുന്നു. അപ്പോൾ ഞാനും ഫാമിലിയൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ആനകളൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നിട്ടൊക്കെ കാണാനും പിന്നെ എന്താ പറയുക, വലിയൊരു പാണ്ടിമേളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ആരും മടിക്കണ്ട, പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.